+1 ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠഭാഗം മരപ്പാവകൾ. വായിക്കാം. മുറ്റത്തു ചെന്ന് നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപ്പറമ്പിലെന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു. ഇവിടെ ആരുമില്ലേ? ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്കിറങ്ങി വന്നു. ഉമ്മണി എന്നാണോ പേര്? കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു. യുവതിയുടെ സ്വതേ വിടർന്ന കണ്ണുകൾ കുറെ കൂടി വികസിച്ചു. കേസോ പോലീസോ വല്ലതുമായിരിക്കുമെന്ന് അവൾ പരിഭ്രമിച്ചു. ജനസംഖ്യ എടുക്കുക. ഇവിടെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോഴങ്ങ് പോയേയുള്ളൂ. തോട്ടിൻ്റെ കരയിൽ തഴ ചെത്താൻ പോയതാ. ആങ്ങള ചെറുക്കൻ പണിയെടുക്കാൻ പോയേക്കുവാ. ഉമ്മണിന്ന് പേരുള്ളത്? അമ്മയുടെ പേരാ. ശരി, ഉമ്മണി ആണോ പെണ്ണോ? അവളൊന്ന് ചിരിച്ചു. പരിഹാസച്ചിരി, എന്നാലും അഴകുള്ള ചിരി. അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും. അച്ഛനില്ലേ? മരിച്ചുപോയി. അപ്പോൾ ഉമ്മിണി വിധവയാണല്ലേ? ഇപ്പോൾ വിധവയാ. എന്നിട്ട് അവൾ പറഞ്ഞു, ജനസംഖ്യ എടുക്കുമ്പോൾ കൊട നിവർത്തി പിടിക്കരുതായിരിക്കും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. ഈ ബെഞ്ചിലേക്ക് കയറിയിരിക്കാവല്ലോ. ചാണകം മെഴുകി പെടുപ്പും മിനുപ്പും വരുത്തിയിട്ടുള്ള ആ നീളം കുറഞ്ഞ വരാന്തയിൽ കയറി ആഗതൻ ഒരു ബെഞ്ചിലിരുന്നു. ഉമ്മണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി. നിങ്ങളുടെ പേര്? എൻ്റെ പേര് നളിനി. ഇത് പറഞ്ഞപ്പോൾ അവൾ അല്പം ലജ്ജ ഭാവിച്ചു. വയസ്സ്? കണ്ടിട്ടെന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല. അവളൊന്ന് മന്ദഹസിച്ചു. 23. വിവാഹം കഴിഞ്ഞതാണോ? ഇപ്പോൾ ഭർത്താവുണ്ടോ? അവൾ അല്പം പരിങ്ങി. ഇപ്പോൾ ഇവിടെയില്ല. 13-ാം മൈലിൽ ജനസംഖ്യ എടുത്തോ? അതിനാൾ വേറെയാ. ഭർത്താവുണ്ട് അല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ, അവൾ അവഗണനാഭാവത്തിൽ പറഞ്ഞു. ഉണ്ടെന്നെഴുതിയാലും ഇല്ലെന്നെഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ. കല്യാണം പറഞ്ഞു വച്ചിട്ടേ ഉള്ളായിരിക്കും അല്ലേ? എന്നാൽ വിവാഹിത എന്നല്ല എഴുതേണ്ടത്, അവിവാഹിത. അതല്ല, വിവാഹം കഴിഞ്ഞു. അവൾ തലയുടെ പുറകുവശം ചൊറിയുകയും അതോടെ നീണ്ടതും എണ്ണമയമില്ലാത്തതിനാൽ മുഷിഞ്ഞതുമായ മുടി അഴിഞ്ഞിഴഞ്ഞു വീഴുകയും അത് അവളുടെ സുന്ദര രൂപത്തിന് ഒരു ഭംഗിയുള്ള പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു. ഭർത്താവ്? ഭർത്താവുണ്ട്. ഭർത്താവില്ലതാനും. ഉപേക്ഷിച്ചു അല്ലേ? അപ്പോൾ വിഭർതൃക. ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കേൾക്കട്ടെ. വിദർഭ. അതുപോലൊരു കുഴഞ്ഞ കേസായതും. പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ചതോറും അയാൾ ദൂതാളിനെ പറഞ്ഞു വിടുന്നത്? നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല. എന്താ വേണ്ടതെന്നാൽ അങ്ങനെ എഴുതിക്കോ. നിങ്ങൾക്കല്ലേ ഒക്കെ അറിയാവുന്നേ. എനിക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യമൊന്നും അറിയാൻ വയ്യ. നിങ്ങൾ പറയുന്നത് എഴുതാം. ഭർത്താവുണ്ടെന്ന്. അതാ നല്ലത്. നല്ലതും ചീത്തയും എഴുതാനുള്ള പുസ്തകമല്ലത്, നേരെഴുതാനുള്ളത്. ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറഞ്ഞിട്ട് അവൾ തലമുടി പുറകുവശത്ത് കെട്ടിവെച്ചു. അനാവശ്യമായി ആ പ്രവൃത്തി അയാൾ നോക്കിക്കണ്ടു. പ്രസവിച്ചതാണോ? ആണും പ്രസവിച്ചില്ല, പെണ്ണും പ്രസവിച്ചില്ല. ചിത്രമുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്ന്? അവിടെ ചെന്ന് 6 മാസം തികയുന്നതിന് മുൻപ് തുടങ്ങിയതല്ലേ ഈ ചിത്രം. ഒരു ദിവസം അല്ലേൽ ഒരു ദിവസം ചിത്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല. ദിവസവും ചിത്രമോ? അതല്ലേ ഞാനിങ്ങ് പോന്നത്. എന്താണീ പറയുന്നത്? ഗർഭചിത്രം എന്ന് വെച്ചാൽ അലസുക ഉണ്ടായിട്ടുണ്ടോന്ന്? എന്തെല്ലാം പോക്കണം കേടുകളാ ചോദിക്കുന്നേ. ആങ്ങള ചെറുക്കൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. അയാൾ അല്പം ചൊടിച്ചു. ആങ്ങള ചെറുക്കനുണ്ടെങ്കിൽ ഇത് സർക്കാർ കാര്യമാ. ആങ്ങള ചെറുക്കൻ പോയിട്ട് വല്യമ്മാവനുണ്ടെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കും. നേരൊക്കെ പറയുകയും വേണം. പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റമാണ്. പറയുന്നതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും. വലിയ മുഷ്ണം തോന്നുന്നെങ്കിൽ ഇതുകൊണ്ട് വീശിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നളിനി ഒരു വീശുപാള എടുത്ത് ആ ബെഞ്ചിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്തു. ആങ്ങള ചെറുക്കൻ കേൾക്കെ ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണം വരുമെന്നാ പറഞ്ഞത്. എന്നിട്ട് പറയൂ. ഇല്ല. എന്തോന്നില്ല? പറയുകയില്ലെന്നോ? അല്ലല്ല, മുൻപേ ചോദിച്ചില്ലേ ചിത്രം, അതില്ല. നിങ്ങൾക്ക് മാസം എന്ത് വരവുണ്ട്? ആങ്ങളേക്ക് 3 രൂപ തച്ച. ആങ്ങളയുടെ തച്ചല്ല, നിങ്ങളുടെ. ഞാൻ ജോലിക്ക് പോകാറില്ല. അപ്പോൾ വരവൊന്നുമില്ല. ആശ്രയിച്ചു കഴിയുന്നയാൾ. ഞാനോ? ഇതാര് പറഞ്ഞു? ആ വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കും. അവിടെ കാര്യം എനിക്ക് പറയാനുണ്ട്. അയാൾ രസിച്ചൊന്ന് ചിരിച്ചു. കാത്തയോ? എന്തു പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല.
ഒരാൾക്ക് വരവില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് വരവില്ല. ഉണ്ണാനും ഉടുക്കാനും മറ്റും കാശ് ചിലവുണ്ട്. അത് തരുന്നയാളിനെ, അമ്മയെയോ ആങ്ങളെയോ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നേരല്ലേ? കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ ഇത്. കച്ചേരിയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അതിനും ആ ദ്രോഹി ഇടവരുത്തി. ഭർത്താവ് അല്ലേ? അവനാ ഭർത്താവ്. ഭർത്താവില്ലെന്നങ്ങ് എഴുതിയേക്കൂ. അതിന് ഞാൻ വേണേൽ വല്ലതും തരാൻ പൊന്നേ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വരവൊന്നുമില്ലല്ലോ. വരവുണ്ട്. ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല. മാസം 15 രൂപയെങ്കിലും വരവുണ്ട്. ശരി, എന്താ തൊഴിൽ? എന്തെല്ലാം അറിയണം ഈ സർക്കാരിന്? തൊഴിലൊന്നല്ല, പലതാ. അതൊക്കെ പറഞ്ഞോളൂ. എഴുതാൻ കടലാസിൽ സ്ഥലമുണ്ട്. ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്. ഈ തിണ്ണ മെഴുകിയത് ഞാനാ. മെഴുകിയത് നന്നായിട്ടുണ്ട്. കണ്ണാടി പോലെ മിന്നുന്നുണ്ടല്ലോ. എൻ്റെ കവള് കണ്ണാടി പോലെ മിന്നുന്നെന്ന് എൻ്റെ പണിക്കൻ, എൻ്റെ ആരുമല്ല, അയാൾ പറയുമായിരുന്നു. അപ്പോൾ ഈ തിണ്ണ എൻ്റെ കവള് പോലെ ഇരിക്കും. അവൾ ഫലിതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു. അയാളും ചിരിച്ചു. അയൽ വീട്ടിലെ ഒരു പെണ്ണ് മുറ്റത്ത് വന്ന് എന്യൂമറേറ്ററുടെ മുഖത്ത് കണ്ണും തറപ്പിച്ച് നിലയായി. പെണ്ണിന് വയസ്സ് 10 കഴിഞ്ഞേ ഉള്ളൂ. നോട്ടം കണ്ടില്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ ഈ വഴിക്ക് ആളുകളെ നടത്തുകയില്ല. പെണ്ണിന് കോപം വന്നു. ഞാനൊന്ന് നോക്കിയെന്നും വെച്ച് പണിക്കത്തിക്ക് വല്ല നഷ്ടവും വന്നോ? ഞാനെൻ്റെ അപ്പാ പോകാണേ എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന വഴി തിരിച്ചുപോയി. പോകുന്ന പോക്കിൽ അവൾ എന്തോ പിറുപിറുത്തു കൊണ്ടിരുന്നു. നളിനി പറഞ്ഞു, അവൾക്ക് ശുണ്ഠി വരണം. ആരുടെയെങ്കിലും തലവട്ടം കണ്ടാൽ മതി. എവിടെ നിന്നറിയാൻ മേല, പെണ്ണ് മുറ്റത്തുണ്ട്. എന്യൂമിനേറ്റർക്ക് അവിടെ ഇരിക്കാൻ പേടിയായി തുടങ്ങി. എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ല? പറഞ്ഞില്ലേ? ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആദായം കിട്ടുന്ന ജോലിയാണ് അറിയേണ്ടത്. ആദായം കിട്ടുന്ന ജോലിയില്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ? തരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് മുഴുവനാക്കാൻ മടി തോന്നി. ചോദിച്ചാൽ തരുമായിരിക്കും അല്ലേ? അയാൾ ചുറ്റുപാടും നോക്കി. അവൾ പറഞ്ഞു, വീട്ടിൽ വല്ലവരും വന്നാലൊരു മര്യാദ വേണമല്ലോ. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മര്യാദക്കേട് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ മര്യാദ കാണിച്ചില്ല. മുറുക്കുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ മുറിക്കകത്തേക്ക് കയറി. തപ്പിപ്പെറുക്കുന്ന ശബ്ദം അയാൾ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞ് അവൾ മുറുക്കാൻ കൊണ്ടുവന്നു. അയാൾ മുറുക്കിലേർപ്പെട്ടു. അവൾ വീണ്ടും മുറിക്കകത്തു പോയി 3 മരപ്പാവകൾ കൊണ്ടുവന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ തൊഴിലിതാണ്. ഇതിലൊന്നുണ്ടാക്കാൻ എനിക്കൊരു ദിവസം മതി. അയാൾ പാവ വാങ്ങി നോക്കി. ഒരു ചാൺ നീളത്തിലുണ്ടാക്കിയ സ്ത്രീ രൂപങ്ങൾ. എല്ലാം നന്നായിരിക്കുന്നു. തിളങ്ങുന്ന ചായപ്പണി ചെയ്തത്, കൊഴുത്തു മിനുത്തത്, ഭംഗിയുള്ള അവയവങ്ങൾ, ഉയർന്ന മാറിടം, തടിച്ച ജഘനം, കൃശ്യമായ മദ്യം, അക്ഷാമമായ ചിഗുരഭാരം, ആകർഷണമായ മന്ദസ്മേരം, ആകപ്പാടെ മാദകമായ സുന്ദര ശില്പങ്ങൾ. അയാൾ കണ്ണുമയ്ക്കാതെ നോക്കിയിരുന്നു. എന്നിട്ട് അവളെ നോക്കി. 4ഉം ഒന്നുപോലെ. അത്ഭുതകരം. 3 കണ്ടാൽ 4 തോന്നുന്നതാണ് അത്ഭുതം, അവൾ പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞില്ല. ഇത് അച്ചിൽ വാർക്കുന്നതാണോ? ഞങ്ങൾ വാർപ്പുപണിക്കാരല്ല. കടഞ്ഞെടുത്തതായിരിക്കും. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷ്മിയെപ്പോലെ ഇരിക്കുന്നു. പാലാഴി കടയാൻ ഞാൻ കൂടിയില്ല. അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല. എൻ്റെ തൊഴിൽ എന്തെന്ന് കാണിക്കുകയായിരുന്നു. 4 പറഞ്ഞതെങ്ങനെയാ? ഈ ജീവനില്ലാത്ത 3ഉം ഇതുണ്ടാക്കുന്ന ജീവനുള്ള 1ഉം, അങ്ങനെ 4 ഒരുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം. എന്നു പറഞ്ഞാൽ ജീവനില്ലാത്തതുപോലെ ജീവനുള്ളതും ഇരിക്കുന്നതോ? അതിൽ അത്ഭുതമൊന്നുമില്ല. എൻ്റെ തലയിലെഴുത്ത്. അവളുടെ കണ്ണു മിന്നി. വീണ്ടും മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം തുടുത്തിരുന്നു. കയ്യിൽ ഒരു പാവയും ഉണ്ടായിരുന്നു. അത് അവൾ അയാളുടെ അടുത്ത് വെച്ചു. അയാൾ അതെടുത്തു നോക്കി. കംസവധത്തിലെ കൃഷ്ണനാണോ ഇത്? അതോ മുന്തിയറപ്പനെ കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചതോ? ഇത് കുറേ വലുതായിരുന്നെങ്കിൽ വെള്ളരി വേലിക്കകത്ത് കൊണ്ട് വയ്ക്കാമായിരുന്നു. ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ. അല്ലെങ്കിൽ തീരെ ചെറുതായിരുന്നെങ്കിൽ. അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതിങ്ങനെയായിപ്പോയി. 10-50 ഉണ്ടാക്കിയപ്പോൾ ഈ നിലയിലായി. കൃഷ്ണൻ്റെ രൂപമുണ്ടാക്കി കാണുന്നവരൊക്കെ വാങ്ങിച്ചു പോന്നു. 3ഉം 4ഉം അണവില കിട്ടുമായിരുന്നു. ക്രമേണ വേഷം ശ്രീകൃഷ്ണൻ്റെയും രൂപം വേറൊരു കൃഷ്ണൻ്റെയുമായി. വേറൊരു കൃഷ്ണനെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ ശ്രീകൃഷ്ണനെപ്പോലെ കരുതിപ്പോന്നയാൾ. അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കലി വരും. പാവയുണ്ടാക്കി കഴിയുമ്പോൾ അയാളെപ്പോലെ ഇരിക്കും. എൻ്റെ കോപം മുഴുവൻ പാവയുടെ മുഖത്തും. ഒടുവിൽ ആളുകൾ പാവ മേടിക്കാതെയായി. പിന്നെ ആ പണി നിർത്തിവെച്ചു. പുരുഷരൂപം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു.
ശ്രീപാർവതിയുടെ രൂപമുണ്ടാക്കി നോക്കി. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ രൂപമുണ്ടാക്കി അതിന് ശ്രീ പാർവതി എന്ന് പേരിടും. അല്ലാതെ ഞാൻ പാർവതിയെ കണ്ടിട്ടോ മറ്റോ ഉണ്ടോ? പാർവതി തപസ് ചെയ്തെന്നും ശിവൻ്റെ കൂടെ നൃത്തം ചെയ്തെന്നുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുമുണ്ട്. പിന്നെ പാർവതിയും പരമേശ്വരനും കൂടെ ചിലപ്പോൾ പിണങ്ങാറുണ്ട് പോലും. അതൊക്കെ ഓർത്തുകൊണ്ട് പാവ ഉണ്ടാക്കി തുടങ്ങി. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കി പാർവതിയെപ്പോലെ ഞാൻ ഓരോ ഭാവം കാണിച്ച് അതുപോലെ പാവയുണ്ടാക്കും. ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചു കൊണ്ടാ പണി. ഒടുക്കമുണ്ടല്ലോ പാർവതിയൊക്കെ ഒരുപോലെ. അവൾ തുടരുന്നതിന് മുൻപ് അയാൾ പറഞ്ഞു, നിങ്ങളും പാർവതിയും സമം സമം. ഞാനും പാർവതിയും എങ്ങനെയാ സമം സമം? എൻ്റെ രൂപമായി പോകുന്നു പാർവതിക്ക്. എനിക്ക് നാണമായി തുടങ്ങി എൻ്റെ രൂപമുണ്ടാക്കി വിറ്റാൽ മേടിക്കാൻ. അയാൾ ധൃതിയിൽ പറഞ്ഞു, ധാരാളം ആളുണ്ടാകും. ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടതല്ലേ. മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും. പാവ ഒന്നാം തരം. പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞില്ലേ. കാത്ത, അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനൊരാട്ട് കൊടുത്തിട്ട് അവളുടെ കണ്ണു പൊട്ടിയെന്നാ തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആട്ടുമെന്ന്. മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും. അത് നേരായിരിക്കും. എന്നാലും അവരവരുടെ രൂപം ഇത്ര ശരിയായിട്ടുണ്ടാക്കത്തക്ക സാമർഥ്യം അത്ഭുതകരമാണ്. അവൾ പറഞ്ഞു, നിങ്ങൾ വെറും മുഖസ്തുതി പറയുകയാണ്. ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ അത് നോക്കി എത്ര വേണമെങ്കിലും ഉണ്ടാക്കരുതോ? കണ്ണാടിയിൽ നോക്കി കാണുന്നത് പോലെ ആദ്യം ഒന്നുണ്ടാക്കണം. അതത്ര വലിയ കാര്യമൊന്നുമല്ല. അത് നേരാ. ഞാൻ എന്തു പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അയൽപ്പക്കത്തുള്ളവർ മിക്കവരും. അവരെയൊക്കെ പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ പേടിയില്ലായിരിക്കുമല്ലോ എന്നെ? ഇപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല. ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല. കലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയുള്ളവരാണ്. അവൾ മുറിക്കകത്തു പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിൻ്റെ പേരാണ് അഹന്ത എന്ന് അയാൾ ഒച്ചയടക്കി പറഞ്ഞു. അവൾ 4 രൂപങ്ങൾ കൂടി അയാളുടെ മുന്നിൽ വെച്ചു. കരുണം, രൗദ്രം, അത്ഭുതം, ശൃംഗാരം ഇവയുടെ ഉച്ചാവസ്ഥയെ കാണിക്കുന്ന അവളുടെ തന്നെ രൂപങ്ങൾ. ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരനെന്ന് എന്നെ ആക്ഷേപിക്കുമോ? അങ്ങനെ പറയാതിരിക്കാം. അതിവിശേഷമാണെന്ന് സാറെന്തിനാ പറയുന്നത്? ഇതൊന്നും ഇപ്പോൾ വിൽക്കാറില്ല. പകൽ ഉറങ്ങാതിരിക്കാൻ ചെയ്യുന്ന പണിയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതിനാവശ്യമുണ്ടാകും. എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ അത് തേവിടിച്ചയുടെ പരസ്യമാണെന്ന് പറഞ്ഞ് അവർ ആക്ഷേപിക്കയില്ലെന്ന് എനിക്കറിയാം. ഒരു തൊഴിലറിയാം, നല്ല പോലെ ചെയ്യാം. അതിൽ നിന്ന് ആദായം കിട്ടാൻ മാർഗമില്ലെന്ന് വരുന്നത് കഷ്ടമാണേ. നിങ്ങളെന്തിനാ അപവാദത്തെ ഭയപ്പെടുന്നത്? ആളുകൾ എന്തെങ്കിലും പറയട്ടെ. ഒരു പാവയ്ക്ക് 1 രൂപ ഏത് പൊട്ടക്കണനും തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ പരാശ്രയം കൂടാതെ നടക്കും. തൊഴിൽ ശില്പവൃത്തി എന്നെഴുതാൻ പോവുകയാണ്. അയാൾ എഴുതി. പിന്നെയും എന്തൊക്കെയോ കുറിച്ചു. അവളുടെ ആങ്ങളയുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി. അതിനിടയിൽ അവൾ ഒരു പാവയൊഴിച്ച് എല്ലാം മുറിക്കകത്ത് കൊണ്ടു ചെന്ന് വെച്ചു. ഒന്ന് അവൾ കയ്യിൽ വെച്ചിരുന്നു. അയാൾ ഒന്നുകൂടി മുറുക്കി. പാവയൊന്നും വിൽക്കുകയില്ലെന്നാണോ പറഞ്ഞത്? ഞാനിത് തിന്നാറില്ല, അടുപ്പിലിടാറുമില്ല. ഇനി വളരെയുണ്ടോ കൈവശം? ജനസംഖ്യയിൽപ്പെട്ടതാണോ ആ ചോദിച്ചതും? എന്നാൽ ചെല്ലട്ടെ, ഭർത്താവ് പിണങ്ങി. അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. അക്കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? വഴിക്കാരോടൊക്കെ ഭർത്താവിൻ്റെ കാര്യം ഇതിലധികം പറയാനൊക്കുമോ? അയാൾ ഒരു മൃഗമ്മ. കള്ളു കുടിക്കും. പിന്നെ പേപ്പട്ടിയെ പോലെയാ. വഴിയിൽ കാണുന്നവരുടെ നേരെ മേക്കിട്ട് കയറും. എന്നിട്ട് അടി കൊള്ളും കള്ളറങ്ങുന്നത് വരെ. എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നത് വരെ കിടപ്പ് പോലീസ് സ്റ്റേഷനിൽ. ഒരു ദിവസം 2-3 നാഴിക ഇരുട്ടിയപ്പോൾ ഹെഡങ്ങൂന്നൊരു പോലീസുകാരനെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് പണിക്കിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോരാൻ. നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ഞാൻ. പണിക്കനില്ലാത്തപ്പം വീട്ടിൽ വല്ലോരും കയറി അക്രമം കാണിച്ചാൽ ഹർജിയും കൊണ്ട് വന്നേക്കരുതെന്ന് അങ്ങേര്. അക്രമത്തിന് വല്ലോരും വന്നാൽ എൻ്റെ തലയെണ്ണ ചുവട്ടിൽ വീതുള്ളിയാ ഉള്ളതെന്ന് ഞാൻ. അങ്ങേരങ്ങ് പോയി. 2 നാഴിക കൂടി കഴിഞ്ഞപ്പോൾ ആമ്പറന്നോൻ ആടി ആടി വന്നു കയറി. ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലൊന്ന് പോകാമെന്ന്. എന്തിനാ പോണേ എന്നയാൾ. ഇവിടെ താമസിച്ചാൽ ഞാൻ വല്ലോരെയും വീതുള്ളി കൊണ്ട് കൊന്നേക്കും. അതുകൊണ്ട് പോകുകയെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൈ അന്നേരം പുളി പറിക്കാൻ പോവുകയും മറ്റുമില്ലെന്ന് ആ മൃഗം എടുത്ത വായിൽ പറഞ്ഞു. ഈ മൃഗത്തിൻ്റെ കൂടെ പാർക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞേച്ച് ഞാൻ റോട്ടിൽ വന്ന് ബസ് കയറി ഇങ്ങ് പോന്നു. പിന്നെയുണ്ട് പറയാൻ അറയ്ക്കുന്ന കഥകൾ. അവൾ നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു. ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി. അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി.
രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ. അത് കണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം മങ്ങി. എങ്കിലും നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കടലാസ് കഷ്ണം അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കൂ. അവൾ നോക്കി. അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കി. ഈ പറഞ്ഞിരുന്ന നേരത്ത് ഇത് വരച്ചത് അത്ഭുതം തന്നെ. ആ പ്രതിമ ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞ് അവൾ അകത്തുപോയി പാർവതി തപസ് ചെയ്യുന്ന അല്പം വലിയൊരു പ്രതിമ കൊണ്ടുവന്ന് ആ ചിത്രകാരന് സമ്മാനിച്ചു. അയാളത് ആനന്ദവും നന്ദിയും സ്ഫുരിക്കുന്ന ഭാവത്തോടെ നോക്കി. എന്നാൽ ചെല്ലൂ എന്ന് പറഞ്ഞ് അവൾ മുറ്റത്തേക്കിറങ്ങി. അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു. അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാലുണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. മരപ്പാവകൾ, കാരൂർ നീലകണ്ഠപിള്ള.